അമ്മയുടെ സ്നേഹം അത്യഗാധമാണ്. അത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നത് വലിയ ഭാഗ്യവും. പരസ്പരം ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരമ്മയും മകനും. വളരെ സ്നേഹമുള്ള അമ്മ തൻ്റെ മകന് വിഭവസമൃദ്ധമായ ഭക്ഷണം എന്നും ഉണ്ടാക്കി കൊടുക്കും. അവൻ വളരെ സന്തോഷവാനാണ്. അവൻ അമ്മയെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അമ്മ തിരികെയും. ഒരു ദിവസം അവൻ യാദൃച്ഛികമായി കാണുകയാണ് തനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അമ്മയുടെ കൈവിരൽ മുറിഞ്ഞ് രക്തം പൊടിയുന്നത്. അത് തെല്ലും വകവയ്ക്കാതെ അമ്മ ജോലി തുടരുന്നതും. അവനെ സംബന്ധിച്ച് ആ കാഴ്ച അസഹനീയമായിരുന്നു. ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാതെ അവൻ അമ്മയോട് കയർത്തു. മകൻ്റെ ദേഷ്യം തന്നോടുള്ള സ്നേഹമാണെന്ന് ആ അമ്മയ്ക്കറിയാം. അവനോടുള്ള സ്നേഹത്താൽ ജീവിതകാലമത്രയും താൻ ഇല്ലാതാവുകയായിരുന്നുവെന്നും ആ അമ്മയ്ക്കറിയാം. താൻ ഇത്ര നാൾ അനുഭവിച്ച അമ്മയുടെ സ്നേഹത്തിൻ്റെ താൻ കാണാത്ത പോയ ഭാവങ്ങൾ ആ മകൻ തിരിച്ചറിയുകയായിരുന്നു. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള തിരുവചനങ്ങൾ അറിവിൽ നിന്ന് അനുഭവത്തിലേക്ക് വരുന്നവർക്ക് മാത്രമേ അവൻ്റെ കൂടെ നടക്കുവാനും നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും സാധിക്കൂ എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. കൂടെ നടന്നവർ പലരും അവൻ ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടും അവൻ കൊടുത്ത അപ്പം ഭക്ഷിച്ചിട്ടും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കുമെന്നും പറയുകയും ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാനോ അംഗീകരിക്കുവാനോ പലർക്കും സാധിക്കുന്നില്ല. കാരണം കൂടെ നടക്കുമ്പോഴും വിശ്വസിക്കാതെ അനുഗ്രഹങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും മാത്രം പ്രതീക്ഷിച്ചവർക്ക് തീർച്ചയായും ഈ വചനങ്ങൾ കഠിനമായി തോന്നും. കണ്ടതും കേട്ടതും അറിഞ്ഞതും കൂടെ നടന്നതുമല്ല, അവൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഭാഗമായി അവനിൽ വസിക്കുന്നതും അവൻ നമ്മിൽ വസിക്കുന്നതും നിത്യജീവനിൽ എത്തിച്ചേരുവാൻ നമ്മെ യോഗ്യരാക്കുന്നുവെന്ന് വചനം ബോധ്യപ്പെടുത്തുന്നു. നഗ്നനേത്രങ്ങൾക്ക് കാണാൻ പറ്റാത്തതും മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുമായ രഹസ്യങ്ങൾ ബോധ്യപ്പെടണമെങ്കിൽ തുറവിയുള്ള ഹൃദയമുണ്ടാകണം. ദൃഢമായ വിശ്വാസവും ആഴമായ ബോധ്യവും തുറവിയുള്ള ഹൃദയവും ഉള്ളതുകൊണ്ടാണ് വിശുദ്ധ പത്രോസിന് നിത്യജീവൻ യേശുവിലാണെന്ന് പ്രഘോഷിക്കാൻ സാധിച്ചത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് നമ്മുടെ വിശ്വാസം എത്ര ആഴമേറിയതാണെന്ന് ആത്മപരിശോധന ചെയ്യാനാണ്. പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ട വിശ്വാസം മാത്രമേ എനിക്കുള്ളൂ. ആരെങ്കിലും വിശ്വാസ സത്യങ്ങൾക്കെതിരെ പറയുമ്പോൾ അടിസ്ഥാനപരമായി നിത്യജീവിതം എന്ന ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചു പോവുകയാണോ? കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ ദൈവസ്നേഹത്തിൽ നിന്ന് താൽക്കാലികമായി ലാഭങ്ങൾക്ക് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങൾ നടക്കാതെ വരുമ്പോഴൊക്കെ ഞാൻ തള്ളി പറയുന്നുണ്ടോ? ആത്മാർത്ഥമായി ഈശോയുടെ കൂടെ ആയിരിക്കുക എന്നത് കഠിനമായി തോന്നിയാൽ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും ഞാൻ ഓടി അകലുകയാണോ? നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം ജീവൻ നൽകുന്ന പരിശുദ്ധ കുർബാനയാകണം. ഈ കേന്ദ്രത്തിൽ നിന്ന് അകന്നു പോകാതെ ചേർന്ന് നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.